ഇമ്മാരി ഇതെന്നാ പരിപാടി കാണിക്കുന്നേ? ഷീറ്റെല്ലാം ഇട്ട് കഴിഞ്ഞാണല്ലോ. പിന്നെ ഇതിന്റെ മണ്ടയിൽ എന്താ പരിപാടി? എന്തോ തുടച്ചോണ്ടെല്ലാം നിൽക്കുവാണല്ലോ. ഇത് കൂലിക്ക് അങ്ങനെ എടുക്കുന്ന വർക്കാണോ? ഇതെന്താ പരിപാടി? ഇത് വെറുതെ സമയം കളയാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ മച്ചാന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ വിലയേറിയ വിജയത്തിനുള്ള മെയിൻ കാരണം. അപ്പം നമ്മളിന്ന് പുതിയൊരു വർക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു വീടിൻ്റെ മേലെ പ്രൂഫ് ചെയ്യാനുള്ള പരിപാടിയാണ്. 2ാം നിലയുടെ പോലെ സെക്കൻഡ് ഫ്ലോറിൽ. അപ്പം പിന്നെ 4 കോടിയല്ല, 3 സൈഡ് കോടിയായിട്ടും 1 സൈഡ് ആനവാനായിട്ടും ചെയ്യാനുള്ള ഒരു വീടാണ്. സ്റ്റെയർ കേസ് റൂമുണ്ട്. സ്റ്റെയർ കേസ് റൂമിന് ആസ്പെറ്റോസ് ഒക്കെ കിട്ടുന്നത് അതിൻ്റെ മേലെ കൂടെ ഇച്ചിരി അത്യാവശ്യം ഉയരത്തിൽ, കാരണം ഭാവിയിൽ റൂം എടുക്കണൊക്കെ ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റിൽ നമ്മൾ പ്രൂഫ് ചെയ്യാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പതിവ് പോലെ ആദ്യം തന്നെ മെറ്റീരിയലൊക്കെ ഇറക്കി പെയിൻ്റെല്ലാം അടിച്ച് റെഡിയാക്കി എടുക്കുകയാണ് ആദ്യത്തെ പരിപാടി. അത് കഴിയുമ്പോൾ പിന്നെ തൂണിൻ്റെ പരിപാടിയാണ്. തൂണിന് വേണ്ട നമ്മൾ 3x3 സ്ക്വയർ പൈപ്പാണ് ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭാവിയിലൊക്കെ ഒരു കട്ടയൊക്കെ കെട്ടണമെങ്കിലും സുഖമായിട്ട് കെട്ടാൻ പറ്റും. അപ്പോൾ 3x3 സ്ക്വയർ പൈപ്പാണ് നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. തൂണിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ടുള്ള ഉത്തരം വെക്കലാണ്. ഉത്തരത്തിനെല്ലാം നമ്മൾ 3x1 പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. 4 സൈഡിൽ ഉത്തരം വെച്ച് പിന്നെ സെൻറ്റർ ഉത്തരം വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കോടിക്കഴുക്കോല് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട്. പിന്നീടുള്ള നമ്മൾ പണി കഴുക്കുമല്ലാണ്, മെയിൻ കഴുക്കുമല്ലുകൾ. ഒരു സൈഡിലോട്ട് 15 അടിയുടെ ഷീറ്റാണ് വരുന്നത്. ഒരു സൈഡ് കോടിയും ഒരു സൈഡ് ആനവായനുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കഴുക്കോലൊക്കെ ഒറ്റയടിക്ക് റെഡിയാക്കി സെറ്റ് ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ട്. കഴുക്കോലിൻ്റെ പണിയെല്ലാം ഏകദേശം തീർന്നിട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പട്ടികയുടെ പണിയാണ്. പട്ടിക നമ്മൾ 1x1 പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. പട്ടികയുടെ ഗ്യാപ്പൊക്കെ ഏകദേശം ഒരു 90 സെൻറ്റിമീറ്റർ താഴെ, പെരിമീറ്ററിൽ 90 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉയരത്തിലുള്ള പണിയാണ്ട് തീരെ അകലം കൂട്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പാത്തിയുടെ പണിയുണ്ട്. പാത്തിയുടെ പണിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ നമ്മൾ ഷീറ്റ് ഇടാനുള്ള പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഓക്സിയുടെ ഷീറ്റാണ്, 4/7 ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള പരിപാടി വരുന്നത്. ഇത് വർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തുടച്ച് ക്ലീൻ ആക്കലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ പൊടിയെല്ലാം തുടച്ച് കളയണം. സ്ക്രൂവിൻ്റെ പൊടി, കട്ടിങ്ങിൻ്റെ പൊടി, അതെല്ലാം കളയലാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പണിയായിട്ട് വരുന്നത്. കുറച്ച് മെനക്കെട്ട പണിയാണ്. കാണുന്നവർക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും കുറച്ച് തുടച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഏരിയ എല്ലാം തുടച്ച് വൃത്തിയാക്കണ ഒരു 2-3 മണിക്കൂർ പണിക്കെടുക്കണം. കാരണം സ്ലോപ്പിലുള്ള സ്ഥലമല്ലേ. അപ്പം നല്ല വൃത്തിക്ക് എല്ലാ പാത്തിയും തന്നെ തുടച്ച് കൊണ്ടുപോകണം. അപ്പം അത് ചെയ്യാൻ മടിക്കരുത്. അപ്പം നമ്മുടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വീഡിയോ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.